ദേവിക സ്റ്റോറീസിന്റെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടിയേക്കണേ. അമ്മയുടെയും മോൻ്റെയും കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇന്ന് ഒരമ്മയുടെയും മോൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ തന്നെ ആയാലോ. നമ്മുടെ കഥയിലേക്ക് നേരെ പോവാട്ടോ. നീ റെഡിയായില്ലേ? ഇപ്പോഴല്ലേ ചെല്ലണ്ടേ? ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് അച്ചു. അവൻ്റെ പേര് അശ്വിൻ. അച്ചു എന്നാണ് അമ്മ സ്നേഹത്തോട് വിളിക്കുന്നത്. കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടമ്മേ. കുറച്ചു നേരം കൂടെയോ? എനിക്ക് നിന്നെ ഇങ്ങനെ പിള്ള കളിപ്പിച്ച് നിന്നാ പോരാ. ഇത് കഴിയുമ്പോൾ ജോലിക്ക് പോണം. എൻ്റെ ബസ് 8:30 മണിക്ക് വരും കേട്ടോ. ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അശ്വിന് ജോലിക്ക് പോകാനുള്ള സമയമായി. 9 മണിക്ക് അവിടെ എത്തണം. ഇവനെ വിട്ടിട്ട് വേണം അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. 2 പേരും ജോലിക്കാരാണ് ആ വീട്ടിലെ. ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ചവൻ നേടിയ ജോലിയാണ് ഈ നഴ്സിംഗ്. നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ടിപ്പോ ഡേ ഷിഫ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ആള്. അതിൻ്റെയാണ് ഈ ഉറക്കവും ക്ഷീണവുമെല്ലാം. നിനക്ക് ചെല്ലണ്ടേ? എണീക്ക് മോനു, നല്ല മോനല്ലേ. അമ്മ എത്ര വിളിച്ചിട്ടും അവനുണ്ടോ എഴുന്നേക്കുന്നു. അശ്വിന് 27 വയസ്സാട്ടോ. കാണാൻ സുന്ദരൻ, ഇരുനിറം, ഉറച്ച ശരീരം, കിട്ടുന്ന സമയത്ത് ജിമ്മിലൊക്കെ പോയി സെറ്റാക്കി വെക്കുന്ന ബോഡി. ഒട്ടും ദുർമേധസില്ല ശരീരത്തിന്. റാ പോലെ വളച്ചു വെച്ച മീശ, എപ്പോഴും ക്ലീൻ ഷേവ് ആയിരിക്കും ആള്. അത് തന്നെയാണ് ആ ലുക്കിന്റെ ഹൈലൈറ്റും. മുടി ചുരുണ്ടടക്കി ഇങ്ങനെ പാറിക്കിടക്കും. അവന്റെ ആ പൂച്ചക്കണ്ണു പോലെയുള്ള കണ്ണും കൂടി ആവുമ്പോ പറയാനുണ്ടോ, നല്ല സുന്ദരനായിട്ടുണ്ടാവും. അശ്വിൻ്റെ ഒരു ഭൂമിയിലുള്ള രക്തബന്ധുവാണ് അവൻ്റെ അമ്മ. അമ്മയുടെ പേര് മായ. സുന്ദരി. അശ്വിനേക്കാളും ഒരു പടി സുന്ദരി കൂടുതലാണ് കേട്ടോ അമ്മ. അച്ഛൻ്റെ അമ്മയുടെയും ലവ് മാരേജ് ആയിക്കൊണ്ടാവും. പരിചയത്തിലുള്ള മറ്റു കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നും അവർക്കില്ല. അമ്മയും മോനും മാത്രമായ വീട്, സ്വസ്ഥമായി അവർ ജീവിക്കുന്നു. അമ്മയ്ക്ക് ജോലിക്ക് പോകാനൊന്നും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നില്ല പണ്ട്. അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കുന്ന സമയം അച്ഛൻ ജോലിക്ക് വിടില്ല. അതായിരുന്നു സത്യം. അമ്മയ്ക്ക് വീട്ടിൽ ഇവനെ നോക്കിയിരിക്കുന്ന എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ജോലി. അങ്ങനെ ആയിക്കോട്ടെ എന്ന് അച്ഛനും വിചാരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ആകസ്മികമായി ഒരു 7 വർഷം മുന്നേ അച്ഛൻ മരിക്കുന്നത്. അമ്മയ്ക്ക് വീട്ടിലിരിപ്പ് പിന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലായി. പുറത്തു പോകുന്നതും ആൾക്കാരോട് ഇടപഴകുന്നതും അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റം കൊണ്ടുവന്നു. അതുകൊണ്ടെന്താ, മോന് ജോലി കിട്ടിയിട്ടും അമ്മയ്ക്ക് ജോലിക്ക് പോണോ, കഷ്ടപ്പെടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല മോനെ പോകുന്നേ, പുറത്തുള്ളവരോടും മറ്റു കൂട്ടുകാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരാശ്വാസം എന്ന് അമ്മ പറയും. അമ്മയുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം, എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതായിരുന്നു അവൻ്റെ മറുപടി. നന്നായി പഠിക്കുമായിരുന്നു അശ്വിൻ. അവൻ്റെ ആ പഠിത്തത്തിന്റെ മികവ് കൊണ്ടാ അല്പസ്വല്പം ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അമ്മ അവന് പഠിക്കാനുള്ള ബാക്കി സെറ്റപ്പൊക്കെ ചെയ്തു കൊടുത്തേ. പിന്നെ അതൊക്കെ തീർക്കണ്ടേ ആ ലോണും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അമ്മ തൽക്കാലം ജോലിക്ക് പോട്ടെ. എൻ്റെ മോൻ ഇപ്പൊ നമുക്ക് 2 പേർക്കും കൂടെയുള്ള ഒരു വീട് പണിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടോളൂ കേട്ടോ. അങ്ങനെയാണ് അവരുടെ സംസാരം എപ്പോഴും അവസാനിക്കുന്നത്. ഒരു ചെറിയ വീടാ, അച്ഛൻ ഉണ്ടാക്കി വെച്ച വീട്. ആ വീട്ടിൽ കഴിയാൻ 2 ആൾക്കും ഇപ്പോഴും മടിയൊന്നുമില്ല, ഇഷ്ടക്കുറവുമില്ല. എങ്കിലും അടച്ചുറപ്പുള്ള ഒരു പുതിയ വീട്, അതാണ് അവരുടെ സ്വപ്നം. പണ്ട് അച്ഛൻ മരിച്ച് ഒരുപാട് കാലം ആവുന്നതിന് മുന്നേ അമ്മയുടെ സൗന്ദര്യം ശരിക്കും അവനൊരു ശാപമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീടിന്റെ പുറത്ത് മുട്ടുന്ന ഒരുപാട് ആൾക്കാർ, എന്താ ഒറ്റയ്ക്കാണോ, കൂടെ ആള് വേണോ എന്നൊക്കെ ചോദിച്ച് പോകുന്ന വഴിക്കൊക്കെയുള്ള അശ്ലീല കമന്റ്. എന്ന് വേണ്ട, അമ്മയെപ്പോലെ സുന്ദരിയായൊരു സ്ത്രീ, അതും ഒറ്റ മോനെ വളർത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ അനുഭവിക്കുന്ന യാതന കുറച്ച് കടുപ്പമാണ്. ആ അവസരത്തിലാണ് അശ്വിന് തന്റെ അമ്മയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ള ബോധ്യം വരുന്നേ. പിന്നീട് അവനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നല്ല ഒന്നാന്തരമായി തന്നെ പഠിച്ചു, ബോഡി സെറ്റ് ചെയ്തു. നാട്ടുകാരുടെ മുന്നിലൂടെ അമ്മയുടെ തോളിൽ കൈചേർത്ത് അവൻ ഇപ്പോൾ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കും. ആർക്കാടാ എൻ്റെ അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനുള്ളത് എന്നുള്ള മട്ടിൽ.
അവന്റെ ആ സംരക്ഷണ കവചം അമ്മയും ഒരുപാട് ആസ്വദിച്ചിരുന്നു. അവന് ജോലിക്ക് പോകാനുള്ള ഒരു സാധാരണ ദിവസത്തിലെ അംഗമാണ് കുറച്ച് മുന്നേ നമ്മൾ കേട്ടത്. അവന് മടിയായിട്ടൊന്നും അല്ലാട്ടോ, ആൾക്ക് ജോലിഭാരം കുറച്ച് അധികമാണ്. അതിന്റെയാണ് ഈ ക്ഷീണം മാറാതെ എഴുന്നേൽക്കാനുള്ള മടി. അമ്മ വിളിച്ചെണീപ്പിച്ച് ഒടുവിൽ ആ പൊന്നുമോൻ എഴുന്നേറ്റു. അവൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുന്ന നേരം കൊണ്ട് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ അമ്മ പാക്ക് ചെയ്തു. ഒരു സാരി എടുത്ത് മായയും റെഡിയായി. എന്നെ നീ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കി തരുമോ പ്ലീസ് മോനു? പിന്നെന്താ, അമ്മയെ ഞാൻ വേണേ ആ ജോലി സ്ഥലം വരെ കൊണ്ടാക്കി തരില്ലേ? വേണ്ട വേണ്ട, അവിടെ വരെയൊന്നും പോവണ്ട. തൽക്കാലം നീ എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടു തന്നാ മതി. എങ്കിലും അമ്മ എന്തായിരിക്കും ജോലി സ്ഥലത്തേക്ക് എന്നെ ആക്കാൻ സമ്മതിക്കാത്ത? അവൻ പലപ്പോഴും ഓർക്കും. അമ്മ പറയുമ്പോൾ, എടാ, പലർക്കും എനിക്ക് ഇത്രയും വലിയ മോനുണ്ടെന്ന് അറിയില്ല. കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ ഞാൻ ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ ബൈക്കിൽ പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവിടെ സംസാരം വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായ മോനു? ഇങ്ങനെ മസിലും ഉരുട്ടിക്കയറ്റി ഈ 10-27 വയസ്സും ഉണ്ടായിട്ട് കാര്യമില്ല. കുറച്ച് വകതിരിവ് വേണം കേട്ടോ. അമ്മയുടെ കളിയാക്കൽ അവന്റെ അഭിമാനത്തിനെ ക്ഷതമേൽപ്പിച്ചു. അത് ശരി, എങ്കിലിന്ന് ജോലി സ്ഥലത്ത് വന്നിട്ട് ഇത്രയും വലിയ മോനുണ്ട് ഈ സുന്ദരി പാറുവിന് എന്നെല്ലാരും അറിയിച്ചിട്ട് തന്നെ കാര്യം. അമ്മ അപ്പൊ ചിരിച്ചു. ആഹാ, എങ്കിലൊന്ന് കാണട്ടെ, നമുക്ക് നോക്കാലോ. അന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോ അല്പം ലേറ്റായാലും വേണ്ടില്ല, അമ്മയുടെ ജോലി സ്ഥലത്തേക്ക് പോണം എന്നുള്ളതായിരുന്നു അവന്റെ ആഗ്രഹം. വിളിച്ച് കുറച്ച് ലേറ്റ് ആവുമെന്ന് അറിയിച്ചു. അമ്മയും ബൈക്കിലിരുത്തി അവൻ അഭിമാനത്തോടെ അമ്മ ജോലി ചെയ്യുന്ന ആ കയർ ഫാക്ടറിയിലേക്ക് വണ്ടിയെടുത്തു. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ജോലി ചെയ്യുന്ന പല ചേച്ചിമാർക്കും അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ മോന്റെ അമ്മയായിരുന്നോ ഇത്? മോൻ എത്ര പ്രായമുണ്ടെന്നൊക്കെ പറയുമ്പോ ഞങ്ങളാരും വിശ്വസിച്ചില്ലാട്ടോ. എന്നൊക്കെയുള്ള പറച്ചിൽ കേൾക്കുമ്പോ അഭിമാനത്തോടെയുള്ള അവന്റെ അമ്മയുടെ നിൽപ്പൊന്ന് കാണണം. അതും ആസ്വദിച്ചുകൊണ്ടാണ് അശ്വിനോട് നിന്നെ. അല്പസമയം കഴിയുമ്പോഴാ അവിടുത്തെ മെയിൽ സ്റ്റാഫുകളൊക്കെ വരുന്നത്. പ്രായം കൂടിയവരും കുറഞ്ഞവരും എന്ന് വേണ്ട, സീനിയർ ജൂനിയർ ഒരുപാട് സ്റ്റാഫുകൾ വന്നു. അതിൽ പലർക്കും ഇത്രയും വലിയ മോനുണ്ട് മായിക്കെന്നറിയുമ്പോഴുള്ള അത്ഭുതമൊന്ന് കാണായിരുന്നു. പലരുടെയും മുഖത്ത് ഒരു നിരാശ. മറ്റു പലരും വിചാരിച്ചത് ഇനിയിപ്പോൾ മോനൊരു കല്യാണമൊക്കെ ആവുമ്പോ മായയ്ക്കൊരു ജീവിതം വേണ്ടേ എന്നുള്ള ലൈനായിരുന്നു. അശ്വിന് ചിരി വന്നു. അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിലും ഈ സിനിമ നടിയെപ്പോലിരിക്കുന്ന സുന്ദരിയുടെ പിന്നാലെ ഇതുപോലെ ആണുങ്ങൾ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവനൊന്ന് ചിരിച്ചു. എങ്കിൽ സുന്ദരിക്കോത്ത ജോലി ഇവിടെ നടത്തിക്കോളൂ, ഞാൻ പോയിക്കോട്ടെ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ജോലി സ്ഥലത്തെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുള്ള ഒരു ദിവസമായിരുന്നു അത്. ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ വൈകുന്നേരം ഒരു 7 മണിയോടെ വീട്ടിലെത്തി. അമ്മ സാധാരണ എത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. അമ്മ എപ്പോഴും റൂമിന്റെ പുറത്തൊന്നും കാണുന്നില്ല. ആളിതെവിടെ പോയി? അവൻ അന്വേഷിച്ചു നടന്നു. മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കണ്ടപ്പോഴേക്കും അവന് ടെൻഷനായി. ഓടി വന്നു അമ്മയുടെ അടുത്ത്. എന്തു പറ്റി അമ്മേ? സുഖമില്ലേ? ആശുപത്രിയിൽ പോണോ? വേണ്ട, ഒന്നുമില്ലടാ, ഞാൻ വെറുതെ കിടന്നതാ. അതെയോ? എന്ത് ചോദിച്ചിട്ടും അമ്മ പറയുന്നില്ല. ഒരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ കിടക്കില്ല എന്ന് അവൻ അത്രയും ഉറപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചെങ്കിലും അമ്മ ഒഴിഞ്ഞു മാറായിരുന്നു. അമ്മ, എഴുന്നേൽക്ക്, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മായ അവിടെ ഇരുന്നു. വാ, അമ്മയ്ക്ക് ബാത്റൂമിൽ പോണോ? അവൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും നടക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു മായയ്ക്ക്. എന്തു പറ്റി? അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലേ? ആശുപത്രിയിൽ പോണോ? പറ അമ്മേ. വേണ്ട വേണ്ട, കുഴപ്പമൊന്നും ഇല്ല മോനെ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്. അത് ശരി, അത് കൊള്ളാം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവൻ ആകെ ഒന്ന് പരിശോധിച്ചു. ടെമ്പറേച്ചറൊന്നുമില്ല, പനിയും മറ്റു ലക്ഷണങ്ങളുമില്ല. ബോഡി പെയിൻ ആണോ? ചെറുതായി കാലുവേദനയുണ്ട്. എങ്കിൽ ഞാൻ കാലൊഴിഞ്ഞു തരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അവൻ ചെറുതായി മസാജൊക്കെ ചെയ്തു. എങ്കിലും അമ്മയ്ക്ക് അവിടെ അല്ല വേദന എന്ന് ആ മുഖഭാവത്തു നിന്ന് വ്യക്തമാണ്. എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. ആശുപത്രിയിൽ പോകാൻ ആളോട്ട് വരുന്നുമില്ല. ദേഷ്യം വന്നിരുന്നു അശ്വിനി.
എങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാ ഒറ്റയ്ക്ക് അനുഭവിച്ചോ, എന്നോട് പറയാൻ നിൽക്കണ്ടാട്ടോ. ആദ്യമായിട്ടാണ് അമ്മയോട് മുഖം കറുപ്പിച്ച് അങ്ങനെ പറയുന്നേ. പക്ഷെ എന്തു ചെയ്യാനാ, സാഹചര്യം കൊണ്ട് അവൻ പറഞ്ഞു പോയതാ. അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കുമ്പോഴൊക്കെയും അമ്മയെ പറ്റിയായിരുന്നു ചിന്ത. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോഴും അമ്മ പുതച്ചുമൂടി കിടക്കുക. ജോലിക്ക് പോവാതെ കിടക്കണമെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട കാര്യമുണ്ടാവും. എങ്കിൽ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാ. ഞാൻ വണ്ടി വിളിക്കട്ടെ? പ്ലീസ് അമ്മ, ഒന്നെങ്കിൽ കാര്യം പറയണം. ഇനി എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് വല്ല ലേഡി ഡോക്ടേഴ്സിനെ കാണാന്നേ. അവന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസമായി. മോൻ വകതിരിവോടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് മതി. അവൾക്ക് സന്തോഷമായി. അല്പസമയം കഴിയുമ്പോഴേക്കും അവിടേക്കൊരു ടാക്സി എത്തിയിരുന്നു. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തത് കണ്ടപ്പോഴേക്കും കാര്യം കുറച്ച് ഗൗരവമുള്ളതാണെന്ന് തന്നെ അവന് മനസ്സിലായി. അങ്ങനെ സർജറി ഡിപ്പാർട്ട്മെന്റിൽ അമ്മയെ അവൻ കാണിച്ചു. കാര്യം അവന് ആദ്യം മനസ്സിലായില്ലെങ്കിലും ഡോക്ടർ ഉള്ളിലേക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തു. അമ്മയുടെ ആ കാലിന്റെ ഉൾഭാഗത്തായി അത്യാവശ്യം വലിയ ഒരു ഗ്രോത്ത് ഉണ്ടത്രേ. അത് ചെറിയ രീതിയിൽ കുരു എന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായി ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ വേദന മാറൂ. അമ്മയ്ക്ക് കുറച്ചു ദിവസമായി തുടങ്ങിയിട്ടെന്നും ഇത്രയും ദിവസം പറയാതിരിക്കായിരുന്നെന്നും പറയുമ്പോഴേക്കും അവനാകെ വിഷമമായി പോയി. ഇത്രയും കടുത്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇതിപ്പോഴും പറയില്ലായിരുന്നു അല്ലേ? അവൻ ചോദിച്ചു. അമ്മ തലകുമ്പിട്ടു. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു പെണ്ണില്ലല്ലോ ഇവിടെ. ഒരു മോളായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവൻ സങ്കടത്തോടെ ഓർത്തു. അമ്മയ്ക്ക് പക്ഷേ അവന്റെ സങ്കടം കണ്ടപ്പോ സഹിച്ചില്ല. അമ്മയ്ക്ക് ഞാൻ മോൻ തന്നെയല്ലേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യില്ലായിരുന്നു. ഇപ്പോ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടായിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ തന്നെ അത് മാറ്റി തന്നേനെ. അമ്മയ്ക്ക് പക്ഷേ ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം അത് അമ്മയ്ക്കൊരു മോനെ എളുപ്പം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നില്ലല്ലോ ആ കുരു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അമ്മയുടെ താമരയുടെ അടുത്ത്, അങ്ങനെ വേണം പറയാൻ. 1 ഇഞ്ച് മാത്രം താമരയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വന്തം മോനെ ആ അമ്മ അത് തുറന്നു കാണിക്കുക? ഏതൊരമ്മയായാലും പ്രായപൂർത്തിയായ 10-28 വയസ്സായ മോനെ കാണിക്കാൻ ഒന്നും മടിക്കില്ലേ? അത് മാത്രാണ് ഇവിടെ സംഭവിച്ചത്. അമ്മ തഞ്ചത്തിൽ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അവന് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലായി. കുറച്ചു കഴിയുമ്പോഴേക്കും ഡോക്ടർ അവരെ വീട്ടിലേക്ക് അയച്ചു. അതെ, എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്താലും മതി. ആൾ നഴ്സായതിന്റെ എല്ലാ ഗുണവും അമ്മയ്ക്കുണ്ട്. ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്റ്റാഫാണ് കേട്ടോ അശ്വിൻ. ഡോക്ടർ സ്വന്തം മോനെ പറ്റി അഭിനന്ദിക്കുന്നത് കേൾക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. പക്ഷേ മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വേറൊന്നും ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് പക്ഷേ, ഡോക്ടർ ഞാൻ ഇവിടെ തന്നെ വന്നോളാം, ഇവിടുന്ന് തന്നെ ഡ്രസ് ചെയ്താൽ മതി. അമ്മയുടെ മുഖം കണ്ടപ്പോഴേക്കും ആ ഡോക്ടറിന് കാര്യം മനസ്സിലായി. അവൻ ഒരു പ്രൊഫഷണൽ നഴ്സാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടാട്ടോ. അമ്മയെ പോലെയും അമ്മയുടെ പ്രായമുള്ളവരെയും ഒക്കെ അവനിവിടെ പല രീതിയിൽ പരിചരിക്കുന്നുണ്ട്, കുളിപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം അമ്മ ഒരു കാര്യത്തിലും മോന്റെ അടുത്ത് ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. മറ്റേതൊരു ജോലിയാണെങ്കിലും അവന് ചിലപ്പോ അതൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവനൊരു നഴ്സല്ലേ. അമ്മയുടെ മനസ്സിൽ ആശയക്കുഴപ്പമായി. ഈശ്വര, ഇതിപ്പോ ഡോക്ടർ പറയുന്നത് കേൾക്കണോ തന്റെ മനസ്സ് പറയുന്നത് കേൾക്കണോ? അങ്ങനത്തെ ചിന്തയിലിരിക്കുമ്പോൾ രണ്ടാളും വീട്ടിലെത്തിയിരുന്നു. അന്ന് വൈകിട്ട് അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഡ്രസ് ചെയ്യണ്ടേ നമുക്ക്? രാവിലെയും വൈകിട്ടും വെച്ച് ചെയ്യാനുണ്ട്. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വരട്ടെ. അമ്മയ്ക്ക് ആദ്യം മടിയായിരുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ സമ്മതിച്ചു. അമ്മയുടെ ആ ഇൻസെക്യൂരിറ്റി മുഴുവൻ മാറ്റിക്കൊടുക്കാൻ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് തന്നെയായിരുന്നു അശ്വിന്റെ മനസ്സിലും. അതുപോലെ തന്നെ അവൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അമ്മ വീട്ടിൽ സാധാരണ ധരിക്കുന്നത് നൈറ്റിയാണ്. അതുകൊണ്ട് അവൻ അത് ഉയർത്താനും താഴ്ത്താനും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അത്യാവശ്യം വലിപ്പത്തിലുണ്ടായിരുന്നു അമ്മയുടെ ആ മുറിവ്. നല്ല നീറ്റായി തന്നെ അവനതൊക്കെ ക്ലീൻ ചെയ്തു. ആവശ്യത്തിന് മരുന്ന് വെച്ചു. മോന്റെ മുന്നിൽ ആർത്തനഗ്നയായി കിടക്കുന്നതിൽ ആ അമ്മയ്ക്ക് സങ്കടം തോന്നിയിരുന്നു. എങ്കിലും
സ്വന്തം മോനല്ലേ, അവൻ ഇതൊക്കെ എപ്പോഴായാലും ചെയ്തു തരേണ്ടതല്ലേ. ഇനി ഞാൻ കിടപ്പ് രോഗിയായാലോ എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പോൾ അവർ കുറേയൊക്കെ അത് നോർമലൈസ് ചെയ്തു. അശ്വിനെ വലച്ചിരുന്നത് ആ ഒരു കാര്യമല്ല, മറ്റൊരു കാര്യമായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ മറ്റൊന്നും ധരിക്കാൻ സാധിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അമ്മയ്ക്ക് അത് ധരിക്കാൻ പറ്റാത്തതിന്റെ ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ ഫ്രീ ആയിട്ട് തന്നെയാണ് വീട്ടിൽ നടക്കുന്നത് ഇപ്പോൾ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ഉയർത്തി വെക്കുമ്പോൾ ആ കാണുന്ന കാഴ്ച അവന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. മറ്റേതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവന് പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ സ്വന്തം അമ്മയുടെ ആ കാഴ്ച ഒരു വട്ടമല്ല, ഒരു ദിവസം തന്നെ പലവട്ടം കാണുമ്പോഴേക്കും അവന്റെ മനസ്സിൽ എന്തോ ചാഞ്ചാട്ടം പോലെ. പ്രായപൂർത്തിയായതിനു ശേഷം പലവട്ടം ഫോണിലും മറ്റുമായി ഒരുപാട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്റെ വളർച്ചയുടെ ഭാഗമാണ്. ഒറ്റയ്ക്കിരുന്ന് സുഖിക്കുന്ന ആ അവസരത്തിലൊക്കെ ഓരോ വീഡിയോസും ഓരോ പെൺകുട്ടികളുമൊക്കെ തനിക്ക് സുഖനിർവൃതി തന്നിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ആകെ വ്യത്യസ്തമായിരുന്നു അമ്മയുടേത്. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത്രയും ഭംഗിയുള്ളത് ജീവിതത്തിൽ ഇന്നേ വരെ അവൻ കണ്ടിട്ടേയില്ല. ആരും കാണാൻ ഒന്ന് കൊതിച്ചു പോകുന്ന രീതിയിലുള്ള ആകൃതി. അവന് പലപ്പോഴും കൊതിവെള്ളം വന്നിരുന്നു വായിൽ. സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചൊന്നുമല്ല അശ്വിൻ ശ്രമിച്ചിരുന്നത്. അമ്മയാണ് എന്ന് പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റുന്നുണ്ടായില്ല. അമ്മയെ ഓർത്ത് ഒരു ദിവസം അവനൊന്ന് ചെയ്യേണ്ടി വന്നു. അതിനല്പം കുറ്റബോധം തോന്നിയെങ്കിലും അമ്മയുടെ മുഖം കാണുമ്പോൾ അതൊക്കെ കാറ്റിൽ പറക്കും. ഈ സുന്ദരി ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതുകൂടെ തന്നോട് താല്പര്യമുണ്ടോ എന്നറിയണം. താല്പര്യമില്ല എന്നാണെങ്കിൽ അമ്മയോട് മാപ്പ് ചോദിക്കണം. ഇനിയിപ്പോൾ അമ്മയ്ക്ക് താല്പര്യമുണ്ടെന്നാണെങ്കിലോ? അത് മനസ്സിലോർത്തപ്പോൾ തന്നെ അവന് രോമാഞ്ചം വന്നുപോയി. ഈശ്വര, ഏത് നിമിഷത്തിലാ അമ്മയോട് ഇങ്ങനെയൊരു വികാരം തോന്നി തുടങ്ങിയതെന്ന് അവൻ അറിയില്ല. എങ്കിലും ഇപ്പോൾ കുറച്ചു നാളായി അമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ, അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ് ഇടുമ്പോൾ, അമ്മയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അരികും മൂലയുമൊക്കെ കാണുമ്പോഴൊക്കെ അവനിപ്പോൾ വല്ലാത്ത വികാര തള്ളിച്ച ഉണ്ടാവാറുണ്ട്. അമ്മയെ ഓർത്താണ് ഓരോ ദിവസവും സ്വയം താലോലിച്ചവൻ ഉറങ്ങുന്നതും. കൈവിട്ടു പോകുമോ ദൈവമേ എന്നുള്ള അവസ്ഥയായിരുന്നു അശ്വിന്. തന്റെ മോനുണ്ടാവുന്ന ഈ മാറ്റം അമ്മയും ശ്രദ്ധിക്കാതിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ഡ്രസ്സിംഗ് ഒക്കെ നടത്തുന്നതിനിടയിൽ ചില സ്ഥലങ്ങളിലേക്ക് മാത്രം നോക്കി സ്റ്റക്കായി ഇരുന്ന് പോകുന്നത് കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവൂലോ. എടാ, നീ എവിടെയാ ശ്രദ്ധിക്കുന്നേ? ഇത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് മറയ്ക്കാൻ ശ്രമിക്കും. ആ വിഫലമായ ശ്രമം വെറുതെയാണെന്നറിയാം മായയ്ക്ക്. കാരണം അത്രയും അടുത്ത് തന്നെയാണ് ആ മുറിവുള്ളതും. കുറച്ചു ദിവസം കഴിഞ്ഞു. ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറിവൊക്കെ ഉണങ്ങിയിരുന്നു. ഇപ്പോൾ ചെറിയ അടയാളം മാത്രമേ ഉള്ളൂ അവിടെ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ അടയാളം കൂടി ഇവിടെ കാണില്ല കേട്ടോ അമ്മേ. അമ്മ പഴയതിനേക്കാളും സുന്ദരിയാവും. മായ അത് കേട്ട് ചിരിച്ചു. അടുത്ത ദിവസം ആവുമ്പോഴേക്കും ഡ്രസ്സിങ് ചെയ്യണ്ടേ എന്ന് മായ അങ്ങോട്ട് ചോദിച്ചു മോന്റെ അടുത്ത്. അതിന് ആ മുറിവൊക്കെ ഉണങ്ങിയല്ലോ, ഇനി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നവൻ ചോദിച്ചു. ഒരു നിമിഷം മായ സങ്കടത്തിലായി. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ദിവസം തന്റെ മോന്റെ മുന്നിൽ മുഴുവൻ തുറന്നു വെച്ച് കിടക്കുന്ന സമയം മാനസികമായി അവളും എന്തൊക്കെയോ സന്തോഷം അനുഭവിച്ചിരുന്നു. ഇനി അത് ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ എന്നോർത്തപ്പോൾ മായയ്ക്ക് സങ്കടമായി. പെട്ടെന്നുള്ള അമ്മയുടെ മുഖഭാവത്തിൽ നിന്ന് അശ്വിൻ അതൊക്കെ വായിച്ചെടുത്ത പോലെ. ചെറിയ അടയാളം ഉണ്ടായിരുന്നു. ആ സ്കിന്നിലെ പാടുകൂടെ മാറാൻ 2 ദിവസം കൂടെ മരുന്നിടല്ലേ? എങ്കിൽ ഞാൻ മെഡിസിൻ എടുത്ത് വരട്ടെ, അമ്മ ബെഡിൽ കിടന്നോളൂ. ആ പറച്ചിലേക്കുമ്പോഴേക്കും മായയുടെ മനസ്സിൽ എടുപൊട്ടിയിരുന്നു. അശ്വിന്റെ മനസ്സിലുള്ള ചിന്ത പറയാനുണ്ടോ? അമ്മയ്ക്കും താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലായപ്പോഴേക്കും അവന്റെ നെഞ്ചിൽ പടപട ഇടിക്കാൻ തുടങ്ങി. അമ്മയുടെ അടുത്ത് ഇത്രയും കാലം അവൻ കാണിച്ച രീതിയിലുള്ള അവസ്ഥയല്ല ഇപ്പോൾ. അമ്മയെ മറ്റെന്തൊക്കെയോ വികാരത്തിൽ അവൻ നോക്കി തുടങ്ങിയിരുന്നു. അമ്മയോട് ഇരിക്കെ, ഞാൻ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയെ ബെഡിലിരുത്തി അവൻ താഴെയിരുന്നു. താഴെന്ന് മുകളിലേക്ക് തന്നെ മുഴുവൻ മസാജ് ചെയ്ത് കൊടുത്തു. കാലുവേദനയ്ക്ക് കുറവില്ല ഇപ്പോ. അമ്മ സന്തോഷത്തോടെ തലയാട്ടി. അല്പം കഴിയുമ്പോഴേക്കും അതാ മുകളിലേക്ക് എത്തി.
നേരത്തെ അടയാളം ഉണ്ടായിരുന്നിടത്ത് അവൻ നന്നായി തന്നെ മരുന്നൊക്കെ തേച്ചു. കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മ മറ്റു സ്ഥലത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു, ഇവിടെയും അവിടെയുമൊക്കെ വേദനയുണ്ട്. ചിലപ്പോൾ ആ കുരു പോലെ മറ്റേതേലും കുരു വരാനായിരിക്കും. മോൻ ഇവിടെയൊക്കെ ഒന്ന് മരുന്നിട്ട് തരുമോ? എന്ത് ധൈര്യത്തിലാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കറിയേയില്ല. മായ പക്ഷേ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയിരുന്നു. തിരിച്ചെടുക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ അശ്വിനാണെങ്കിൽ നന്നായി തന്നെ കയ്യിൽ മരുന്നൊക്കെ എടുത്തു അമ്മയ്ക്ക് തേച്ചു കൊടുക്കാൻ വേണ്ടി. അടുത്ത നിമിഷം നൈറ്റ് മുഴുവനായി ഉയർത്തപ്പെട്ടു. അവൻ അമ്മയുടെ ആ താമരയിലേക്ക് ഉറ്റുനോക്കി. അതിന്റെ സമീപ പ്രദേശങ്ങളിൽ വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ ഓയിൽമെന്റ് പുരട്ടി. അല്പം കഴിയുമ്പോഴേക്കും അതിന്റെ മുകളിലേക്കും അവന്റെ കൈകൾ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങിയിരുന്നു. അമ്മയിൽ നിന്ന് ഉയരുന്ന ആ സീൽക്കാര ശബ്ദങ്ങൾ അശ്വിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് അമ്മ ആസ്വദിച്ചിരിക്കുകയാണ്. അതുകൂടെ കണ്ടപ്പോഴേക്കും അവന് തടുത്തു നിൽക്കാനായില്ല. സ്വന്തം അമ്മയുടെ ആ പൊയ്കയിലേക്ക് അവൻ ആർത്തിയോടെ ഇരമ്പിയെടുത്തു. അമ്മ ആഗ്രഹിച്ചിരുന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു നിമിഷം. അവൻ അമ്മയെ നന്നായി തന്നെ സുഖിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞ മോന്റെ അടുത്തു നിന്നുള്ള ആ പ്രതികരണം കിട്ടുമ്പോഴേക്കും സ്വർഗത്തിലെത്തുന്ന അവസ്ഥയായിപ്പോയി മായയ്ക്ക്. ഇനിയും ചെയ്യും മോനെ എന്നുള്ള രീതിയിൽ അവൾ അവനിലേക്ക് തിരിച്ച് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അമ്മയും മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് 4-5 നിമിഷം പരിസരം മറന്നുപോയി. സ്വന്തം അമ്മയാണെന്നും ചെയ്യുന്നത് തെറ്റാണെന്നുള്ള എന്തോ ബോധ്യം വന്നപ്പോഴേക്കും ഒരു ഉൾവിളിയിൽ അവൻ എല്ലാം പിൻവലിച്ച് അനങ്ങാതെ നിന്നു. കുറ്റബോധം കൊണ്ട് അവന്റെ തല താണുപോയിരുന്നു, അമ്മയുടെയും. പക്ഷേ അടുത്ത നിമിഷം അമ്മയുടെ മുഖമുയർന്നു. മോൻ വിഷമിക്കണ്ട കേട്ടോ, ഇത് മോൻ അറിയാതെ സംഭവിച്ചതല്ല. തെറ്റമ്മയുടെ ഭാഗത്താ. അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അമ്മയുടെ ആ മാപ്പ് പറച്ചിൽ അവന് സഹിച്ചില്ല. ഇല്ല അമ്മേ, എന്റെ അമ്മ ഒരിക്കലും തെറ്റുകാരിയല്ല. അമ്മ തെറ്റ് ചെയ്യൂല്ല. അമ്മയുടെ മോനല്ല ഞാൻ, അമ്മയുടെ ശരീരത്തിന്റെ പൂർണ്ണ അവകാശി. ഇത് പറഞ്ഞ് അവൻ മായയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ആ ബെഡിലേക്ക് മലർന്നു വീണിരുന്നു. പിന്നീട് അവിടെ നടന്നത് ഒരു തേരോട്ടം തന്നെയായിരുന്നു. രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം പങ്കുവെച്ചു. അമ്മയിൽ നിന്നുതിരുന്ന ആ വിയർപ്പ് മണം, അവന്റെ ഉറക്കം കുറെ നാൾ കെടുത്തിയിരുന്ന ആ സുഗന്ധം അവനൊന്നും മതിവരോളം ആസ്വദിച്ചു. തന്റെ മോന്റെ എല്ലാ സൗന്ദര്യവും അവന്റെ എല്ലാ ഭാഗവും അമ്മയും മതിവരോളം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അമ്മയിലേക്ക് അന്ന് രാത്രി അവൻ പൂർണ്ണമായി കടന്നു കയറി. സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ സ്വർഗീയ സുഖം അവൻ ആവോളം അനുഭവിച്ചു. മോന്റെ കൈക്കരുത്തറിഞ്ഞ് ആ അമ്മ സുഖനിദ്രയിലാണ്ടു അന്ന് രാത്രി. നൂൽബന്ധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർന്നു കിടന്ന് ആ 2 ആത്മാക്കളും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ വല്ലാത്ത നാണത്തോടെയാണ് ആ അമ്മയും മോനും ഉണർന്നത്. ഒരു പ്രത്യേക ഉത്സാഹവും ഉന്മേഷവും തന്നെയായിരുന്നു രണ്ടുപേരുടെയും ശരീരത്തിനുണ്ടായിരുന്നതും. നടന്നുപോയ ആ കഴിഞ്ഞുപോയ സംഭവം ഓർത്ത് അമ്മയുടെ മുഖത്തുണ്ടായ നാണം കാണണം. അശ്വിൻ അത് 10 മടങ്ങ് സന്തോഷമാണ് കൊടുത്തിരുന്നത്. ഒരു റൗണ്ട് കൂടി പോയാലോ? അവൻ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ തന്റെ അമ്മയെന്ന നിലയിൽ നിന്ന് സ്വന്തം ഭാര്യയിലേക്ക് അശ്വിൻ ആ സുന്ദരിയെ മാറ്റി. മായയ്ക്കിപ്പോ ഭർത്താവ് എന്ന രീതിയിലുള്ള ഒരു വിധേയത്വമാണ് അശ്വിനോടുമുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒന്നാന്തരം പാർട്ട്നേഴ്സായി എല്ലാം പങ്കുവെച്ച അവരിപ്പോ കഴിയുന്നു. സ്വന്തം മോന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരണമെന്ന് അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ല. കാരണം അതിനുള്ള അവസരം അമ്മ അവന് കൊടുക്കുന്നില്ല. അവന്റെ ഓരോ ഇഞ്ചും എങ്ങനെ സുഖിപ്പിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് ആ അമ്മ. അശ്വിനാവട്ടെ ഇത്രയും കാലം അമ്മയ്ക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന സുഖം വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച് ഉള്ള തത്രപ്പാടിലാണ് അവനും. അമ്മയുടെയും മോന്റെയും ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടമായാൽ എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത ദിവസം സൂപ്പർ കഥയുമായി നിങ്ങളുടെ ദേവു വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.